ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഒരു മധുരക്കിഴങ്ങ് ചിപ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് തൊലി കളഞ്ഞ് നമുക്ക് റൗണ്ടായിട്ട് അരിഞ്ഞിട്ട് വരാം. നമ്മുടെ മധുരക്കിഴങ്ങെല്ലാം ഇവിടെ ചെത്തി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് ഇതുപോലെ ഇതിൻ്റെ വെള്ളമെല്ലാം തുടച്ച് മാറ്റാം. ഇതിൽ ചിലത് കേടാണ് ആയിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം തുടച്ച് മാറ്റിയിട്ട് നമുക്ക് റൗണ്ട് ചെയ്ത് മുറിച്ചിട്ട് വരാം. നമ്മൾ ഇതെല്ലാം ഇതേപോലെ റൗണ്ടായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വേണ്ട നൈസായിട്ട് കയ്യിൽ വെച്ചോ ചീകിയോ നിങ്ങൾക്ക് എടുക്കാം. ഇതേപോലെ തന്നെ എടുത്ത് നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. നമുക്കിനി ചീനിച്ചട്ടി വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കൂടുതലും എടുക്കാം. ഞാൻ ഇവിടെ 3 എണ്ണം എടുത്തത്, നമുക്ക് കുറച്ച് മതി, അതുകൊണ്ടാണ് ഇത്ര എടുത്തത്. നമുക്കിനി വറുത്തെടുക്കാം. നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് അതിനകത്തോട്ട് നമുക്ക് ചിപ്സ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിനകത്തോട്ടൊരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. എൻ്റെ അമ്മ എനിക്കിത് വാങ്ങിച്ചു തന്ന ചീനിച്ചട്ടിയാണ്. ഇത് വറുക്കാനെല്ലാം ഇതാണ് നല്ലത്. നോൺ സ്റ്റിക്കിൻ്റെ ആകുമ്പോൾ നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതെല്ലാം ഇളകി പോവും. ഇതാകുമ്പോൾ എണ്ണയും കുടിക്കണ്ട, കുറച്ച് എണ്ണ നമുക്ക് മതിയാവും. ഇതൊന്നും എണ്ണ കുടിക്കുന്ന സാധനമൊന്നുമല്ല. കാലകാലം ഈ ചീനിച്ചട്ടി ഇരിക്കുകയും ചെയ്യും. ഇരുമ്പലതാണ്, നല്ലതാണ്. നമ്മൾ ചിപ്സെല്ലാം ഇതുപോലെ വെന്ത് വീർത്ത് വന്നിട്ടുണ്ട്. നമുക്കിതെല്ലാം മാറ്റാം. നമുക്കിതുപോലെ എല്ലാം വറുത്തെടുക്കാം. നമ്മുടെ ചിപ്സെല്ലാം ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്ക് ടിഷ്യൂ പേപ്പറിൽ നിന്ന് മാറ്റി കൊടുക്കാം. നല്ല മൊരാന്നാണ് ഇരിക്കുന്നത്. ഒരു ശകലം കുരുമുളക് പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഞാൻ ശകലം ചേർക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ ചിപ്സ്. നമ്മൾ വറുത്തപ്പോൾ തന്നെ ശകലം ഉപ്പിട്ടിരുന്നു. നമ്മൾ ശകലം കുരുമുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്കാണെങ്കിൽ മുളക് പൊടിയോ കുരുമുളക് പൊടി വേണ്ടെങ്കിൽ എടുക്കണ്ട. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് വറുത്ത് കൊടുക്കണം. ശരീരത്തിന് അത്യുത്തമമാണ്. നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടാണ് ഇതിരിക്കുന്നത്. കണ്ടല്ലോ, ഇതാ അത്രയും നല്ല ഇതായിട്ടാണ് ഇത് കിട്ടിയിരിക്കുന്നത്. സൂപ്പറാണ്, അടിപൊളിയാണ്. ശരീരത്തിനൊക്കെ നല്ലതാണ്. മക്കളൊക്കെ വെക്കേഷൻ നിൽക്കുകയാണ്, ഉണ്ടാക്കണം. വെറും 3 എണ്ണമാണ് ഞങ്ങൾ എടുത്തത്. നിങ്ങൾക്ക് ആവശ്യാനുസരണം